തന്നിൽ നായക, എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്നവൻ. ദൈവനാമോത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല്യ സ്നേഹത്തിൽ പ്രഭാത ജാഗരണത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനിക്കേണ്ടതായ വേദഭാഗം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. വിജയായവൻ എന്നതായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് തിരുവചനം ഇങ്ങനെ പ്രതിപാദിക്കുന്നു: പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാർ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നൈക്ക് എന്ന് പറയപ്പെടുന്നതായ സ്പോർട്സ് ഉൽപ്പന്നം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1964 ആരംഭിച്ച് ബ്ലൂ റിബൺ സ്പോർട്സ് ആകുന്നു. പിന്നീട് 1971 നൈക്ക് ആയി മാറുകയും അത് വിജയത്തിൻ്റെ ഗ്രീക്ക് ദേവതയുടെ പേര് നൽകുകയും ചെയ്ത് കാണാൻ സാധിക്കുന്നു. ഗ്രീക്ക് പദമായ നിക്കാവോ എന്നത് ഒരു ഉൽപ്പന്നത്തിൻ്റെ പേരിന് അപ്പുറമായി അതിൻ്റെ അർത്ഥം ജയിക്കുക, വിജയിക്കുക എന്നതാണ്. ക്രിസ്തുവിനെ വിവരിക്കുന്നതിൽ മൂപ്പന്മാർ ഈ പദം ഉപയോഗിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. നിക്കോവ എന്ന വാക്ക് പുതിയ നിയമത്തിൽ 28 തവണയും വെളിപ്പാടിൽ മാത്രം 6 തവണയും പ്രതിപാദിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ വിധി നിർണയത്തെ, അവരുടെ ഭാവി ജീവിതത്തെ വെളിപ്പെടുത്തേണ്ടതായ ആ ചെറിയ പുസ്തകം തുറക്കപ്പെടുവാൻ ആരും ഇല്ല എന്ന് സ്വർഗത്തിലെ മൂപ്പന്മാരുടേതായ ഇടയിൽ, അല്ലെങ്കിൽ സ്വർഗത്തിൽ ആ മഹാദൂതൻ വിളിച്ചു പറയപ്പെടുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ വളരെയധികം ദുഃഖിച്ചു, വിലപിച്ചു. അങ്ങനെ ഒരു പുസ്തകം തുറന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം ന്യായവിധിയുടെ ആരംഭവും അവസാനവും എന്നതായിരുന്നു യോഹന്നാനെ വ്യാകുലപ്പെടുത്തിയത്. യോഹന്നാൻ വളരെ കരഞ്ഞു. ആ ചുരുൾ തുറക്കുവാനും അതിലെ മുദ്ര പൊട്ടിക്കുവാനും ആരുമില്ല. ആരാകുന്നു യോഗ്യൻ? അല്പസമയം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുന്നു. ആ ചുരുൾ തുറക്കുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായവൻ ഉണ്ട് എന്ന് മൂപ്പന്മാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ യോഹന്നാൻ വളരെ സന്തോഷമുണ്ടായി. ഒരു രാജാവിൻ്റെ അധികാരവും ബലവുമുള്ള ക്രിസ്തുവിൻ്റെ സവിശേഷതയായ യഹൂദ ഗോത്രത്തിലെ സിംഹത്തെ, ദാവീദിന്റെ വേരായിരിക്കുന്ന ക്രിസ്തുവിനെ അവിടെ പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ലോകത്തെ ജയിച്ച് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതായ ആ ക്രിസ്തു യോഗ്യനാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് കാണാൻ സാധിക്കുന്നു. ഇവിടെ ദാവീദിന്റെ വേർ എന്ന് പ്രതിപാദിക്കുമ്പോൾ ദാവീദിന് ശേഷം എന്നതല്ല, ആ ഒരു രാജപരമ്പരയെ, പിൻതലമുറയെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ആയതുപോലെ തന്നെ യൂദയിൻ സിംഹം എന്ന് പറയപ്പെടുമ്പോൾ പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ മക്കളെ ഗോത്രങ്ങൾ തിരിക്കുമ്പോൾ ആ യൂദയ്ക്ക് പേരിടുമ്പോൾ തന്നെ അതൊരു അധികാരത്തിൻ്റെ ബാലസിംഹത്തിൻ വിധം എന്നെല്ലാം അർത്ഥമാക്കിക്കൊണ്ട് തന്നെയാണ് ആ പേരിട്ടത്. ഇത് ക്രിസ്തുവിൻ്റെ ആ അധികാരത്തെ ഈ വംശപാരമ്പര്യങ്ങളിലൂടെ കർത്താവ് ഭൂമിയിൽ അവതരിക്കുമ്പോൾ ആ സിംഹാസനത്തിൻ്റെ, അല്ലെങ്കിൽ രാജാതി രാജാവായിരിക്കുന്ന അധികാരത്തിൻ്റെ എല്ലാം ഒരു മുൻ പ്രവചനമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ളതായ യുദ്ധത്തിൽ ദിവ്യനായ ദേവപുത്രൻ മാത്രമേ സാത്താൻ്റെ മേൽ വിജയം വരിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം അവന് മാത്രമേ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ന്യായീകരിക്കുവാൻ കഴിയുകയുള്ളൂ. കാൽവറിയിൽ യേശു അർക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്ന് വെളിപാട് 5:6 പ്രതിപാദിക്കുന്നു. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ആ പുസ്തകം തുറക്കുവാൻ യോഗ്യൻ. ആ യോഗ്യനായിരിക്കുന്ന കർത്താവിൻ്റെതായ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവേ, നീ എൻ്റെ ശത്രുവിനെ കീഴടക്കി എൻ്റെ രക്ഷ ഉറപ്പ് വരുത്തിയിരിക്കുന്നു കൊണ്ട് എൻ്റെ ഭാവി ഭാഗതയെ പറ്റി ഞാൻ ഒരിക്കലും വിലപിക്കപ്പെടേണ്ടതായി
ഇടവരുന്നില്ല എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവ് ശരണപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ പ്രത്യാശയുടെ വചനത്തിന് സ്തോത്രം. അവിടെ തന്നെയാകുന്നു രാജാതിരാജാവും കർത്താതി കർത്താവും. അവിടെ തന്നെയാകുന്നു ആ ജീവൻ്റെ പുസ്തകം തുറക്കുവാൻ യോഗ്യൻ. അവിടെ തന്നെയാണ് ഞങ്ങളെല്ലാം ആ രക്ഷയുടെ പന്താവിലൂടെ നയിക്കപ്പെട്ടുകൊണ്ട് ആ നിത്യത്തിലേക്ക് എത്തിക്കുവാൻ, പിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർക്കുവാൻ യോഗ്യൻ. അവിടുത്തെ ആ കൃപ, അവിടുത്തെ ആ കരുതൽ, അവിടുത്തെ ബലമുള്ള കരം ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് ചേർത്തണയ്ക്കണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.